ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ഭാഗത്തിൽ നിന്ന് അല്പമായി സംസാരിക്കുവാൻ ആണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനാധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ ചാപ്റ്റർ 41 വേഴ്സ് 10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പ്രോമിസറി വേർഡ്സാണ്, ഒരു വാഗ്ദത്ത വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് അനേക പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത് പലർക്കും അറിയാവുന്നതും അവരവരുടെ ഹൃദയത്തിൽ വളരെ ചേർത്ത് വച്ചിരിക്കുന്നതുമായ ഒരു മനോഹരമായ ദൈവിക വാഗ്ദത്തത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേകം ഭയമുളവാക്കുന്ന, ആശങ്കയുളവാക്കുന്ന, ആകുലതയുളവാക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഒരു വശത്ത് ടെക്നോളജി വർദ്ധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരെ കാലത്ത്, അതിൻ്റെ തുടക്കകാലത്ത് നമ്മൾ വന്നിരിക്കുക. എല്ലാമുണ്ട്. വാർത്തകളൊക്കെ നമ്മൾ അപ്പം ലോകത്ത് എവിടെ നടക്കുന്ന വാർത്തകളും വലിയ കാലതാമസമില്ലാതെ നമ്മളൊക്കെ അറിയുന്നുണ്ട്. ഇതെല്ലാമാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഒരുപാട് ആകുലതകളും ഒരുപാട് ആശങ്കകളും ഭയം വരുത്തുന്ന കാഴ്ചകളുമൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ആണ് നമ്മൾ താമസിക്കുന്നുള്ളത്. ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യുദ്ധം തുടങ്ങി ചില രാജ്യങ്ങളിൽ വർഷങ്ങളായിട്ടും അവസാനിക്കുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഇന്നസെൻ്റായിട്ടുള്ള ഒരുപാട് പേര് ഈ യുദ്ധത്തിൻ്റെ ബലിയാടുകളാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണു നനയിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകളും വാർത്തകളും പല രൂപത്തിൽ, പല രീതിയിൽ, പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. വ്യക്തിപരമായ ജീവിതമെടുത്താലും പലർക്കും ജോലിയുള്ള ബന്ധത്തിൽ, ആരോഗ്യത്തിലുള്ള കാര്യത്തിലുള്ള ബന്ധത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, ഇനി കൊച്ചു കുഞ്ഞിനോടെടുത്താൽ അവർക്ക് അവരുടെ പഠനം എല്ലാമായി അവർക്ക് ഒത്തിരി ഭാരങ്ങളും ടെൻഷനുകളും ഒക്കെയുള്ള, പലപ്പോഴും നമ്മൾ ഭ്രമിച്ചു പോകുന്ന, അന്താളിച്ചു പോകുന്ന രീതിയിലുള്ള ചുമട് ഭാരങ്ങൾ, ടെൻഷനുകളുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതുപോലെ പറയുവാൻ ലോകത്ത് ആർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. കർത്താവിനല്ലാതെ ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിനല്ലാതെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എല്ലാ കാലത്തും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും. ആമേൻ. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. മറ്റൊരു വേദഭാഗത്ത് പറഞ്ഞ്, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കൈവിടാത്ത, അശക്തരായ നമ്മളെ ശക്തീകരിക്കുന്ന, താന്നിരിക്കുന്ന നമ്മളെ ഉയർത്തുന്ന, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തണമെന്ന് ദാവീദ് പറയുന്നത് പോലെ, താന്നിരിക്കുന്ന നമ്മളെ ഉയർത്തുന്ന, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന, ആമേൻ, മങ്ങിയിരിക്കുന്നവരെ പ്രകാശിപ്പിക്കുന്ന, അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായവരുടെ മുകളിൽ ലജ്ജിച്ചു പോയില്ലെന്ന് സങ്കീർത്തന ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ, ആമേൻ, കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ, താന്നിരിക്കുന്ന അവസ്ഥയിലോ, മങ്ങിയിരിക്കുന്ന അവസ്ഥയിലോ, ഭയന്നിരിക്കുന്ന അവസ്ഥയിലോ അതൊന്നും വിഷയമല്ല. കർത്താവിലേക്ക് നമ്മളൊന്ന് നോക്കാൻ തയ്യാറായാൽ, കർത്താവിൻ്റെ കരം നമ്മളൊന്ന് പിടിക്കാൻ തയ്യാറായാൽ, ആ നല്ല ദൈവത്തിൽ നമ്മളൊന്ന് ആശ്രയിക്കാൻ തയ്യാറായാൽ, നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന, നമ്മുടെ ഭയത്തെ പുറത്താക്കുന്ന ഒരു നല്ല ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ നല്ല ദൈവത്തിലാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നല്ല യേശു കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ആ യേശുവിനെ ഇന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കണം.
ഈ വീഡിയോ അതിനൊരു കാരണമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് നോക്കിയ ആരെയും ദൈവം പ്രൈസ് ദി ലോർഡ് നിറയ്ക്കാതെ, അനുഗ്രഹിക്കാതെ, താങ്ങാതെ, ശക്തീകരിക്കാതെ വിട്ടിട്ടില്ല. നമ്മൾ രണ്ട് രീതിയിൽ ദൈവത്തെ സമീപിക്കാം. ഒന്ന്, ദൈവത്തിന് മാർക്കിടാൻ, അല്ലെങ്കിൽ ഇതാരാണ്, ഇതെന്താണ്, അല്ലേ, ആ ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ജഡ്ജ്മെൻ്റൽ മനോഭാവത്തിൽ മുൻവിധിയോടുകൂടെ സമീപിക്കാം. അവർ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കത്തില്ല. എന്നാൽ ഒരു പൊട്ടനെ പോലെ ഞാൻ ഏതുമില്ല, ഒന്നുമില്ല, കർത്താവ് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ, ഞാൻ അശക്തനാണ്, ഞാൻ വിഷയങ്ങൾ കാണുമ്പോൾ ഭ്രമിക്കുന്നവനും പതറുന്നവനും കലങ്ങുന്നവനുമാണ്. എന്നാൽ അത് അങ്ങനെയുള്ളവരെ ശക്തീകരിക്കാം, അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കാം, അങ്ങനെയുള്ളവരെ വിടുവിക്കാം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ജീവിതങ്ങൾ, ആ പ്രതീക്ഷയോടെ, ആ പ്രത്യാശയോടെ കർത്താവിൽ നമ്മൾ അഭയം ചൊല്ലുന്നെങ്കിൽ നിശ്ചയമായും അവിടുത്തെ കരം നമ്മളെ താങ്ങുക തന്നെ ചെയ്യും. നമ്മൾ ഏത് നിലയിലുള്ള ഭയത്തിലൂടെയാണെങ്കിലും, അത് രോഗത്താലുള്ള ഭയമാണെങ്കിലും, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണെങ്കിലും, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചോ, നമ്മുടെ ഭാവിയെക്കുറിച്ചോ, ജോലികളെയോ, അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ വിഷയം, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ തിങ്, ഏതിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പരിഹാരം കിട്ടാത്ത ഏത് വിഷയമാണെങ്കിലും അതിന് പരിഹാരവും ആശ്വാസവും വിടുതലും കൽപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ പ്രോമിസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോക യാത്ര ദുഷ്കരവും കഠിനവുമായിരിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ യാത്രയാണ് പലപ്പോഴും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നിത്യരാജ്യത്തിലേക്കുള്ള മാനദണ്ഡം. നമുക്കറിയാം, കർത്താവ് നമുക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു ഭക്തയ്ക്കും ദൈവം സ്വർഗരാജ്യം വെച്ചിട്ടുണ്ട്. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് തീർന്ന ഒരു കുറേ കാലം ജീവിച്ച് മൺമറഞ്ഞു പോയി അവിടം കൊണ്ട് തീരുന്നൊരു ജീവിതമല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തന്നിൽ വിശ്വസിക്കുകയും തന്നിൽ ആശ്രയിക്കുകയും തൻ്റെ കരം പിടിച്ച് നയിക്കുകയും നടത്തപ്പെടുകയും ചെയ്ത ജീവിതങ്ങൾക്ക് ഒരു നിത്യത ദൈവം വെച്ചിട്ടുണ്ട്. അത് കർത്താവിനോട് കൂടെയുള്ള നിത്യതയാണ്. ആ നിത്യതയ്ക്ക് മാനദണ്ഡം ആയി വെച്ചിരിക്കുന്നത് ഈ ലോക ജീവിതമാണ്, ഈ ഭൂമിയിലെ ജീവിതമാണ്, ഇപ്പോൾ നമ്മളെല്ലാവരും കടന്നു പോകുന്ന ജീവിതമാണ്. എന്നാൽ ഈ ജീവിതം ഒരുപാട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, കൺഫ്യൂസിങ്ങും ആകുലതയും ഭയവും ഒക്കെ നിറഞ്ഞതാകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇതെങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നില്ലേ നമുക്ക് നയിക്കാൻ കഴിയും? മാനുഷികമായി നമ്മളതിന് സൊല്യൂഷൻ കണ്ടെത്തിയാൽ പലതിനും നമുക്ക് ഉത്തരമില്ലാതെ ഇരിക്കും. എന്നാൽ എല്ലാത്തിലും സകലതും അറിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ആ ഭാരം ഇറക്കുകയാണെങ്കിൽ, നമ്മൾ ആ വിഷയം വെക്കുകയാണെങ്കിൽ, ആ ഭയം നമ്മളെ വിട്ടുപോകും. കാരണം എന്നാണെന്നറിയാമോ? ഒറ്റ റീസണേ ഉള്ളൂ. എൻ്റെ കരം ദൈവം പിടിച്ചിട്ടുണ്ട്. അവൻ എന്നെ കൈവിടത്തില്ല. ഞാൻ അവിടുത്തെയാണ് അഭയം ചൊല്ലുന്നത്. ഞാൻ അവിടുത്തെ മുഖത്തേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം നമ്മളെ ഭരിക്കുവാനിടയായിത്തീരും. ഇതൊരു കേവല ഒരു മോട്ടിവേഷണൽ സിദ്ധാന്തത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിശ്വാസമല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ആത്മീയ ചൈതന്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ഒരു ദൈവികമായ വിശ്വാസമാണ്. ആ ഫെയ്ത്ത് നമ്മുടെ അനർത്ഥങ്ങളിൽ നിന്ന്, നമ്മുടെ രോഗങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന്, സ്തോത്രം, നമ്മളെ വലയ്ക്കുന്ന, നമ്മളെ ആകുലപ്പെടുത്തുന്ന, ഭ്രമിപ്പിക്കുന്ന, സ്തോത്രം, നമ്മളെ ഭയപ്പെടുത്തുന്ന അനേക വിഷയങ്ങളിൽ നിന്ന് ഈ ജീവിതയാത്രയിൽ നമ്മളെ വിടുവിച്ച് നമ്മുടെ യാത്ര സുഖമാക്കുവാനിടയായിത്തീരും. അതിൻ്റെ വളരെ ആവശ്യം ഞാൻ മുമ്പേ പറയും. ഈ ജീവിതം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതനുസരിച്ചാണ്, ഈ ജീവിതയാത്ര മാനദണ്ഡമാക്കിയാണ് നമ്മുടെ നിത്യത ദൈവം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഭയവശരായിരിക്കുകയും, ആമേൻ,
ദൈവത്തിനൊരു നല്ല പാട്ട് പാടാൻ കഴിയാതെയോ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കാൻ കഴിയാതെയോ സാഹചര്യങ്ങളെ നോക്കി അന്താളിച്ചും കലങ്ങിയും ഒക്കെ ഇരിക്കുന്നവരായി അവരിവരൊക്കെ പറന്നോക്കി കലങ്ങിയിരിക്കുന്നവരായി നമ്മൾ ഇരിക്കുന്ന പക്ഷം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ആത്മീയ ജീവിതം ഇവിടെ നയിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഒതുങ്ങിപ്പോവും. നമ്മൾ അങ്ങനെയാകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. പ്രൈസ് കർത്താവിൽ ആശ്രയമുള്ളവരായി വിശ്വാസമുള്ളവരായി കർത്താവ് പറഞ്ഞ് ചെയ്യുന്നവരായി ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. ഇന്ന് നമുക്ക് ദൈവത്തിൽ ഒന്നുകൂടെ ഇന്ന് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പൂർണ്ണമായി ആശ്രയിക്കാത്തവർ, ദൈവത്തിൽ പൂർണ്ണമായി നിങ്ങളുടെ ആകുലതകൾ ഇറക്കി വെക്കാത്തവർ, ഞാൻ പറയുന്നത് എന്തു തന്നെയായിരുന്നാലും, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്തു തന്നെയായിരുന്നാലും, സ്തോത്രം, നിങ്ങളുടെ ഫാമിലിയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വലിയൊരു അഷ്വറൻസ് തരികയാണ്, വലിയൊരു ഉറപ്പ് തരികയാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. നീ ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകും. പ്ലീസോ, അവിടുന്ന് നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. അവിടുന്ന് നിന്നെ സഹായിക്കും. അവിടുത്തെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ദൈവം നിങ്ങളെ താങ്ങുമാറാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? താങ്ങുന്ന കരം, കരുതുന്ന കരം, സമാധാനിപ്പിക്കുന്ന കരം, പ്രകാശിപ്പിക്കുന്ന കരം, ബലപ്പെടുത്തുന്ന കരം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവിൽ നമുക്കൊരു പടിയും കൂടെ ആഴത്തിൽ കടന്നു എന്ന് നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം. നമ്മുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നിങ്ങളോട് കൂടെയുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തുതിക്കുന്നു. ഭയപ്പെടേണ്ട, അവിടെ ഞങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ നല്ല വാക്യത്തിനായി സ്തോത്രം. ആ നല്ല വാക്തത്വത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രോമിസായി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. അവിടുത്തെ ആ പ്രോമിസിനായി സ്തോത്രം. കർത്താവിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, ഞാൻ ഭയപ്പെടുന്ന നാളെ ഞാൻ നിന്നിൽ ആശ്രയിക്കും. കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമുള്ളൂ എന്നൊക്കെ പറഞ്ഞ കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്നതൊക്കെ എല്ലാവരെക്കാട്ടിലും ആരെക്കാട്ടിലും അങ്ങ് അറിയുന്നു. കർത്താവേ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ആകുലതകളുടെയോ പ്രയാസങ്ങളുടെയോ രോഗത്തിൻ്റെയോ കെടുതികളുടെയോ ഒക്കെ നടുവിൽ നിന്ന് വിഷമിച്ച് അന്താളിച്ച് ഭ്രമിച്ച് ഭയപ്പെട്ട് ഇരിക്കുന്നെങ്കിൽ ഇന്ന് അവരിലേക്ക് ദൈവത്തിൻ്റെ വലിയ ആശ്വാസവും സമാധാനവും കടന്നുവന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ആശ്വസിപ്പിക്കുവാനും ആ ഏത് പ്രതിസന്ധിയാണോ അതിൽ നിന്ന് വിടുവിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന വിഷയത്തിൽ സൗഖ്യം ആവശ്യമുള്ളിടത്ത് സൗഖ്യം, വിടുതൽ ആവശ്യമുള്ളിടത്ത് വിടുതൽ കൊടുത്ത് അവിടുത്തെ വെളിച്ചത്തിലും ആമേൻ സ്തോത്രം അവിടുത്തെ ജനങ്ങളെ നയിക്കുവാൻ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രങ്ങൾ വീഡിയോ ചെയ്യാൻ കൃപ തന്നതിനായി സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാകിയ ആസ്തോത്രം, ബലപ്പെടുത്തുന്ന ദൈവമാകിയ ആസ്തോത്രം. പ്രാർത്ഥന അതിനെ കടന്ന ആസ്തോത്രം യേശു മൂലം സ്വർഗ്ഗനില പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും, ശക്തീകരിക്കും, ബലപ്പെടുത്തും. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. മേ ഗോഡ് ബ്ലെസ് യു.